ഹായ് വ്യൂവേഴ്സ്, ഐ ആം ജനുജി. അപ്പം നമ്മൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ ഒരു പുതിയതായിട്ട് ഒരാളെ പരിചയപ്പെടുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടാവും. അതായത് ഹലോ, ഹായ് ഇതൊക്കെ പറയുന്നു. അതിനു മുമ്പ് നമ്മൾ സ്മൈൽ, ലുക്ക് അറ്റ് ദ ഫേസ്, ലുക്ക് ഇൻ ടു ദ ഐസ്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്, സ്വാഭാവികമായിട്ട് വരേണ്ടതാണ്. അപ്പം നമ്മൾ ഹലോ, ഹായ് ഇത്രമാത്രം പറഞ്ഞാൽ പോരല്ലോ. ഗ്ലാഡ് ടു മീറ്റ് യു, നൈസ് ടു മീറ്റ് യു ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ചില സമയത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞു, ഗുഡ് ആഫ്റ്റർനൂൺ ഇതൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് കുറച്ചു നേരം അവരോട് സംസാരിച്ച് നിൽക്കണമല്ലോ. അപ്പോൾ ഈ പറയാൻ പോകുന്ന ഒരു 10-20 ചോദ്യങ്ങളുണ്ട്. ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളും അതുണ്ടെങ്കിൽ നമുക്ക് അനായാസം സുഖമായിട്ട് സംസാരിച്ച് നിൽക്കാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റോക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് സ്റ്റോക്ക് ആൻസേഴ്സ്, സ്ഥിരം ചോദ്യങ്ങളും സ്ഥിരം ഉത്തരങ്ങളും അതെല്ലാ ഭാഷയിലും ഉണ്ട്. നമ്മൾ മലയാളത്തിൽ എങ്ങനെയാണ് പരിചയപ്പെടുമ്പോൾ ചോദിക്കുക, അല്ല നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ എവിടുത്തുകാരനാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, കല്യാണമൊക്കെ കഴിഞ്ഞോ, ഇത് നമ്മളെ സ്ഥിരം ക്വസ്റ്റ്യൻസ് അല്ലേ. ഇത് തന്നെയാണ് ഇംഗ്ലീഷിലും ചോദിക്കുക. അപ്പോൾ ആ സ്റ്റോക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആവർത്തിച്ച് നമ്മളെ മനസ്സിലിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ ഏത് സന്ദർഭത്തിലും ഉപയോഗിക്കാം. അതോടൊപ്പം ഈ ചോദ്യം ഉത്തരവ് നമുക്ക് ആരോടെങ്കിലും ചോദിച്ച് പഠിക്കണം. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് എപ്പോഴും ഒരു പാർട്ട്ണർ ഉണ്ടാവണം. ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള അച്ഛനോ അമ്മയോ ബ്രദറോ സിസ്റ്ററോ ആവാം. ഇവിടെയാണ് മാതാപിതാക്കളും മക്കളെയും കൂടി സഹായിക്കേണ്ടത്. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ അവർ ഉത്തരം കൊടുക്കുക, അതുപോലെ അവരോട് തിരിച്ച് ചോദിക്കുക. ഇത് അവർ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ ഏത് സന്ദർഭത്തിലും 1-2 മണിക്കൂർ അവർക്ക് സുഖമായിട്ട് ഇരുന്ന് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഒരു പാർട്ട്ണറെ കണ്ടെത്തുക, ചോദ്യങ്ങൾ ചോദിക്കുക. ഇത് ആവർത്തിച്ച് തുടക്കത്തിലൊന്നും ഒരു ഫ്ലുവൻ്റായിട്ട് വന്നുകൊള്ളുന്നില്ല. പക്ഷേ ഒരു 4-5 തവണ ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാതെ ചോദ്യത്തിലും വരും. പിന്നെ അതിന് മാത്രമല്ല, ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നേരത്തെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒരല്പം പഠിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഒന്നുകൂടി, കാരണം നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വേണം. അപ്പോൾ അത് ഈ ചോദ്യോത്തരങ്ങൾ കഴിയുമ്പം നന്നായിട്ട് എങ്ങനെയാണ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താൻ പറ്റുക എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്ക് ഒന്നൊന്നായിട്ട് ഈ ചോദ്യോത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാട്ട്സ് യുവർ നെയിം, വാട്ട്സ് യുവർ നെയിം. അവിടെ വാട്ട് ഈസ് യുവർ നെയിം എന്നൊന്നും ചോദിക്കരുത്. അതൊക്കെ നമ്മൾ അങ്ങനെ അതിൻ്റെ ഉച്ചാരണം വികലമായി പോയതാണ്. നമുക്ക് പരിചയമുള്ളത് വ എന്നുള്ളതാണ്. പക്ഷേ ഇംഗ്ലീഷിൽ W എന്നതിൻ്റെ ഉച്ചാരണം വ. നമ്മളിങ്ങനെ വ ചൂണ്ടൊരൽപ്പം കുറിപ്പിച്ചിട്ട് വ എന്നാ പറയുക. അതുപോലെ ട എന്നൊരു ഉച്ചാരണം ഇംഗ്ലീഷിലില്ല, ഏകദേശം ട എന്നേ ഉള്ളൂ. അപ്പം വാട്ട്സ് യുവർ നെയിം ചോദിക്കണം, വാട്ട് ഈസ് യുവർ നെയിം എന്നും ചോദിക്കരുത്. അതിൻ്റെ ഉച്ചാരണത്തെക്കുറിച്ചൊക്കെ പിന്നെ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കി. ഇപ്പം ഇത്രയേ ഉള്ളൂ. ഇത് സ്റ്റോക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത് അതുപോലെ തന്നെ പഠിക്കുക. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പോകണ്ട. വാട്ട്സ് യുവർ നെയിം, താങ്കളുടെ പേരെന്താണ്, വാട്ട്സ് യുവർ നെയിം. അപ്പം നമ്മൾ ഉത്തരം പറയുമ്പോൾ മൈ നെയിം ഈസ് രാജു എന്നൊന്നും പറയാൻ പോണ്ട. വാട്ട്സ് യുവർ നെയിം, രാജു. വാട്ട്സ് യുവർ നെയിം, രാജു. കാരണം നമ്മൾ മലയാളത്തിലും അങ്ങനെ എന്താ പേര്, രാജു എന്നേ പറയുള്ളൂ. എൻ്റെ പേര് രാജു ആകുന്നു എന്നൊന്നും വിശദീകരിക്കില്ല നമ്മൾ. അതുപോലെ നഴ്സറി കുട്ടികൾ പറയുന്ന പോലെ മൈ നെയിം ഈസ് രാജു എന്നൊന്നും പറയാൻ വേണ്ട. വാട്ട്സ് യുവർ നെയിം, രാജു. വാട്ട്സ് യുവർ നെയിം, മീറ. അങ്ങനെ പേര് മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ എന്തെങ്കിലും നമ്മൾ എൻ്റെ പേര് രാജു എന്നാണെന്ന് അങ്ങോട്ട് ഇങ്ങനെ വിസ്തീരിച്ച് പറയേണ്ടി വരുന്ന സമയത്ത് മാത്രമേ മൈ നെയിം ഈസ് രാജു എന്ന് പറയുള്ളൂ. ക്ലിയർ? അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ചോദ്യം പഠിച്ചു, വാട്ട്സ് യുവർ നെയിം. അതിൻ്റെ തുടർച്ചയായിട്ട് ആ വാട്ട്സ് യുവർ നെയിമിൽ യുവർ എന്ന സ്ഥാനത്ത് നമുക്ക് ആരുടെ ഇതും ചേർക്കാം. അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, അതൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരും. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഫാദേഴ്സ് അച്ഛൻ്റെ, മദേഴ്സ് അമ്മയുടെ. അപ്പം വാട്ട്സ് യുവർ ഫാദേഴ്സ് നെയിം, വാട്ട്സ് യുവർ ഫാദേഴ്സ് നെയിം. അച്ഛൻ്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. വാട്ട്സ് യുവർ മദേഴ്സ് നെയിം, അമ്മയുടെ പേരെന്താണ്. വാട്ട്സ് യുവർ ബ്രദേഴ്സ് നെയിം, സഹോദരൻ്റെ പേരെന്താണ്. വാട്ട്സ് യുവർ സിസ്റ്റേഴ്സ് നെയിം, സഹോദരിയുടെ പേരെന്താണ്. വാട്ട്സ് യുവർ വൈഫ്സ് നെയിം, ഭാര്യയുടെ പേരെന്താണ്. വാട്ട്സ് യുവർ ഹസ്ബൻഡ്സ് നെയിം, ഭർത്താവിൻ്റെ പേരെന്താണ്. വാട്ട്സ് യുവർ സൺസ് നെയിം, നിങ്ങളുടെ മകൻ്റെ പേരെന്താണ്. വാട്ട്സ് യുവർ ഡോട്ടേഴ്സ് നെയിം, നിങ്ങളുടെ മകളുടെ പേരെന്താണ്. വാട്ട്സ് യുവർ ഫ്രണ്ട്സ് നെയിം, നിങ്ങളുടെ കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ പേരെന്താണ്. വാട്ട്സ് യുവർ ടീച്ചേഴ്സ് നെയിം, ടീച്ചറുടെ പേരെന്താണ്. വാട്ട്സ് യുവർ
നെയ്ബേഴ്സ് നെയിം, നിങ്ങളുടെ അയൽക്കാരൻ്റെ പേരെന്താണ്? ഇങ്ങനെ എത്ര പേരുകൾ ചോദിക്കാം. അപ്പോൾ ആ ഒറ്റ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് 1000 ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആ ഒരു കോമൺ സെൻസ് നമുക്ക് വേണം. അല്ലാതെ വാട്ട്സ് യുവർ നെയിം ചോദിച്ച് ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയല്ല. ഇതേപോലെ ഒരു ചോദ്യം വന്നു, ചോദ്യം ചോദിച്ചു, അതിൻ്റെ ഉത്തരം പറഞ്ഞു, തൊട്ടടുത്ത ചോദ്യത്തിലേക്ക് അയാളുടെ ഉത്തരം കിട്ടുമ്പോൾ തന്നെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മുടെ മനസ്സിങ്ങനെ രൂപപ്പെടുത്തി വരണം. അപ്പം നമ്മളിപ്പോൾ 2 ചോദ്യങ്ങളായി. ഒന്ന് വാട്ട്സ് യുവർ നെയിം, പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ വാട്ട്സ് യുവർ ഫാദേഴ്സ് നെയിം, വാട്ട്സ് യുവർ മദേഴ്സ് നെയിം, ഇങ്ങനെയൊക്കെ നമ്മൾ. അപ്പോൾ വാട്ട്സ് യുവർ ഫാദേഴ്സ് നെയിം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ മതി. വാട്ട്സ് യുവർ ഫാദേഴ്സ് നെയിം? ജോൺ. വാട്ട്സ് യുവർ മദേഴ്സ് നെയിം? മീറ. അങ്ങനെ കൂടെ പറഞ്ഞു പോയാൽ മതി. ഓക്കെ, അപ്പോൾ 2 ചോദ്യങ്ങളായി. ഇനി നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ജോബ്, തൊഴിലാണ്. അപ്പം നിങ്ങൾ പലപ്പോഴും കേട്ട് കാണും വാട്ട്സ് യുവർ ജോബ്. ഇംഗ്ലീഷുകാർ അങ്ങനെ ചോദിക്കില്ല. വാട്ട്സ് യുവർ ജോബ് എന്നല്ല അവർ ചോദിക്കുക, വാട്ട് ഡു യു ഡു. വാട്ട് ഡു യു ഡു. മലയാളത്തിലും അങ്ങനെ നമ്മൾ ചോദിക്കുള്ളൂ, താങ്കൾ എന്ത് ചെയ്യുന്നു. അതാണ് എൻ്റെ ശരിക്കുള്ള മീനിങ്. വാട്ട് ഡു യു ഡു, താങ്കൾ എന്ത് ചെയ്യുന്നു. നമ്മളും അങ്ങനെ താങ്കളുടെ തൊഴിൽ എന്താണെന്നൊന്നും നമ്മൾ മലയാളികൾ ചോദിക്കില്ല. അല്ല എന്ത് ചെയ്യുന്നു, അല്ല എന്ത് ചെയ്യുന്നു എന്നാണ് ചോദിക്കുക. അതിന് തുല്യമാണ് വാട്ട് ഡു യു ഡു. അപ്പം അതിന് ഉത്തരം പറയണം. ഉത്തരം എന്താ നമ്മൾ കൊടുക്കുക? ഐ ആം വെച്ചിട്ടാണ് ചോദിക്കുക. ഐ എം എ സ്റ്റുഡൻറ്റ്. വിദ്യാർത്ഥികൾക്ക് പറയാം ഐ എം എ സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻ്റ് ആണ്, സ്റ്റുഡൻറ്റ്. ഐ എം എ സ്റ്റുഡൻറ്റ്. ഐ എം എ വർക്കർ, ഞാനൊരു തൊഴിലാളിയാണ്. ഐ എം എ ഡ്രൈവർ, ഞാനൊരു ഡ്രൈവറാണ്. ഐ എം എ ടീച്ചർ, ഞാനൊരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാണ്. ഓ ഐ എം എ ഹോം മേക്കർ, ഞാനൊരു വീട്ടമ്മയാണ്. ഐ എം എ ഹോം മേക്കർ. ഐ എം എ സയൻറ്റിസ്റ്റ്. അങ്ങനെ എന്താണോ തൊഴിൽ അത് പറയാം. അപ്പം വാട്ട് ഡു യു ഡു മൂന്നാമത്തെ ചോദ്യമാണ്. അതിൽ ആദ്യത്തെ ഡു ഉണ്ടല്ലോ, അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡസ്, ഡുവിന് പകരം ഡസ് ചേർത്ത് കഴിഞ്ഞാൽ ലോകത്തുള്ള ആരുടെ തൊഴിലും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എങ്ങനെയാണ് ചോദിക്കാം? വാട്ട് ഡസ് യുവർ ഫാദർ ഡു. അച്ഛൻ എന്ത് ചെയ്യുന്നു? വാട്ട് ഡസ് യുവർ ഫാദർ ഡു. വാട്ട് ഡസ് യുവർ മദർ ഡു. അമ്മ എന്ത് ചെയ്യുന്നു? അപ്പം വാട്ട് ഈസ് യുവർ ഫാദർ ഡു? ഹി ഈസ് എ ഫാമർ. അപ്പം അച്ഛൻ്റെ ഇതിന് പകരം അവിടെ ഹി എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഹി എന്ന വാക്ക്. ഹി ഈസ് എ ഫാമർ. വാട്ട് ഈസ് യുവർ മദർ ഡു? അമ്മ എന്ത് ചെയ്യുന്നു? ഷീ ഈസ് എ ഹോം മേക്കർ. ഷീ ഈസ് എ ഹോം മേക്കർ. വാട്ട് ഈസ് യുവർ ബ്രദർ ഡു? വാട്ട് ഈസ് യുവർ സിസ്റ്റർ ഡു? വാട്ട് ഈസ് യുവർ സൺ ഡു? വാട്ട് ഈസ് യുവർ ഹസ്ബൻഡ് ഡു? വാട്ട് ഈസ് യുവർ വൈഫ് ഡു? ഇങ്ങനെ എത്ര ചോദ്യം ചോദിക്കാം, അനേകം ചോദ്യങ്ങൾ അതുകൊണ്ട്. അപ്പോൾ ഇപ്പം 4 ചോദ്യങ്ങളായി. ഇനി നമ്മൾ ചോദിക്കുന്നത് അല്ല നിങ്ങളുടെ സ്വന്തം എവിടെയാണ്, ഇങ്ങനെയല്ലേ നമ്മൾ ചോദിക്കുക, നിങ്ങളുടെ സ്വന്തം എവിടെയാതെ നിങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലം എവിടെയാണെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് ഇംഗ്ലീഷിലെ സ്ഥിരം ചോദ്യമാണ് വേർ ആർ യു ഫ്രം. വേർ ആർ യു ഫ്രം. വേർ ആർ യു ഫ്രം. വേർ ആർ യു ഫ്രം. അപ്പം നമുക്ക് വേർ ഡു യു കം ഫ്രം ചോദിക്കാം, വേർ ഈസ് യുവർ ഹോം ടൗൺ എന്ന് ചോദിക്കാം. പക്ഷെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇംഗ്ലീഷുകാർ ചോദിക്കും വേർ ആർ യു ഫ്രം. വേർ ആർ യു ഫ്രം. അപ്പം നമ്മളതിന് ഉത്തരം കൊടുക്കും ഐ ആം ഫ്രം. അപ്പം നമ്മളത് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ജില്ലയ്ക്കുള്ളിലാണെങ്കിൽ പറയേണ്ട എക്സാക്ട് പ്ലേസും ജില്ല വിട്ട് കഴിഞ്ഞാൽ ജില്ലയുടെ പേര് ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ സന്ദർഭം അനുസരിച്ച് പറയണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓർത്തിട്ട് പറയാം. ഇപ്പം ഒരാൾ പറയാണ് വെർ ആർ യു ഫ്രം. ഐ എം ഫ്രം കോട്ടയം. ഐ എം ഫ്രം എറണാകുളം. ഐ എം ഫ്രം തൃശ്ശൂർ. അങ്ങനെ അതിനനുസരിച്ച് സാന്ദർഭികമായിട്ട് ഉത്തരം കൊടുക്കാം. അപ്പം വേർ ആർ യു ഫ്രം. ഒരിക്കലും വേർ ആർ യു കമ്മിങ് ഫ്രം എന്ന് ചോദിക്കരുത്. വേർ ആർ യു കമ്മിങ് ഫ്രം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പോൾ എവിടുന്ന് വരുന്നു എന്നാണ്. അപ്പം നിങ്ങൾ വീട്ടിൽ നിന്നാണോ വരുന്നത്, ടൗണിൽ നിന്നാണോ വരുന്നത് എന്നുള്ള ചോദ്യം. അതൊരിക്കലും വേർ ആർ യു കമ്മിങ് ഫ്രം ചോദിക്കേണ്ട ചോദ്യം അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിന് നമ്മൾ പറയും ഐ ആം കമ്മിങ് ഫ്രം ഹോം, ഞാൻ വീട്ടിൽ നിന്ന് വരികയാണ്. ഐ ആം കമ്മിങ് ഫ്രം ദ ടൗൺ, ഞാൻ ടൗണിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഉത്തരവും അങ്ങനെ തന്നെയാണ്. ഐ ആം ഫ്രം അല്ലാതെ ഐ ആം കമ്മിങ് ഫ്രം കണ്ണൂർ. ഐ ആം കമ്മിങ് ഫ്രം കണ്ണൂർ എന്ന് പറയാം. എപ്പോഴാണ്? ഇപ്പം കണ്ണൂരിൽ നിന്ന് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വരികയാണ്, കണ്ണൂരിൽ നിന്ന് വരികയാണെന്നൊക്കെ പറയാനാണ്. കണ്ണൂരിലാണ് ജനിച്ചു വളർന്നത് എന്ന് പറയണമെങ്കിൽ ഐ ആം ഫ്രം കണ്ണൂർ, അതാണ് കറക്റ്റ്. അല്ലെങ്കിൽ ഐ കം ഫ്രം കണ്ണൂർ. ഒരിക്കലും ഐ ആം കമ്മിങ് ഫ്രം അല്ല. അപ്പം വേർ ആർ യു ഫ്രം ആണ് ചോദിച്ചത്. ഇനി മറ്റുള്ളവരെ കുറിച്ച് ചോദിക്കണം. അപ്പം ചിലപ്പം അച്ഛൻ്റെ നാട് ഒരു സ്ഥലത്തും അമ്മയുടെ സ്ഥലം വേറൊന്നുമായിരിക്കും. അപ്പം നമ്മൾ അവിടെ വേർ ആർ എന്ന സ്ഥാനത്ത് ഒരു ഈസ് ചേർക്കുക. വേർ ഈസ് യുവർ ഫാദർ ഫ്രം. വേർ ഈസ് യുവർ മദർ ഫ്രം. അമ്മ എവിടുത്തുകാരിയാണ്. വേർ ഈസ് യുവർ ഫാദർ ഫ്രം. അച്ഛൻ എവിടുത്തുകാരനാണ്. അപ്പം നമുക്ക് ഉത്തരം കൊടുക്കുക ഹി ഈസ് ഫ്രം കോട്ടയം. ബട്ട് മൈ മദർ ഷീ ഈസ് ഫ്രം തൃശ്ശൂർ. ഷീ ഈസ് ഫ്രം കൊല്ലം എന്നൊക്കെ നമുക്ക് ഉത്തരം കൊടുക്കാം.
അപ്പം നമുക്ക് അത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. ഇനി അടുത്ത ചോദ്യമാണ് ആർ യു മാരീഡ്. എപ്പോഴും നമ്മൾ ചോദിക്കുക കല്യാണമൊക്കെ കഴിഞ്ഞോ എന്നാ ചോദിക്കുക. കല്യാണമൊക്കെ കഴിഞ്ഞതാണോ? അപ്പോൾ അതിനുള്ള ചോദ്യം എന്താണ്? ARER ആണ്. അപ്പോൾ ആർ യു മാരീഡ്, കല്യാണം കഴിഞ്ഞോ? അപ്പോൾ അതിൻ്റെ ഉത്തരം സിമ്പിളായിട്ട് ആർ യു മാരീഡ്, യെസ് ഓർ നോ, അതെ അല്ല. അപ്പോൾ അതിന് സിമ്പിളായിട്ടുള്ള ഉത്തരം ഇതാണ്, യെസ് ഓർ നോ. പക്ഷെ കുറച്ചുകൂടി വിസ്തീകരിക്കാൻ നമുക്ക് യെസ് ഐ ആം, ഇംഗ്ലീഷിൻ്റെ സ്റ്റൈലാണ്. യെസ് ഐ ആം, അവിടെ ആം ഫുള്ളാണ്, ഷോർട്ടല്ല. യെസ് ഐ ആം. ആ സമയം അതിൻ്റെ നെഗറ്റീവ് വരുന്നതാണ് നോ ഐ എം നോട്ട്. നോ ഐ ആം നോട്ട്, അവിടെ വരുമ്പോൾ ഐ എം ആണ് ചുരുങ്ങുന്നുണ്ട്. നോ ഐ എം നോട്ട്. യെസ് ഐ ആം മാരീഡ്, നോ ഐ ആം നോട്ട് മാരീഡ് എന്നുള്ള നീളം സെൻറ്റൻസിൻ്റെ വേണ്ട. ഒന്നിൽ യെസ് അല്ലെങ്കിൽ നോ, അല്ലെങ്കിൽ യെസ് ഐ ആം, നോ ഐ ആം നോട്ട്, ഇത്രയും മതി. ഇനി അപ്പം നമുക്ക് ആർ യു മാരീഡ് എന്നാണ് നമ്മൾ ആ ആറിൻ്റെ സ്ഥാനത്ത് ഒന്ന് ഈസാക്കുക. അപ്പം മറ്റു പലരെക്കുറിച്ചും ചോദിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു ചോദ്യത്തിന് അനേക ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങളുടെ കോമൺ സെൻസ് അവിടെ വേണം. സോ ഈസ് യുവർ ബ്രദർ മാരീഡ്? ഈസ് യുവർ ബ്രദർ മാരീഡ്? അല്ല സഹോദരൻ്റെ കല്യാണം കഴിഞ്ഞോ? ഈസ് യുവർ സിസ്റ്റർ മാരീഡ്? ഈസ് യുവർ സൺ മാരീഡ്? ഈസ് യുവർ ഡോട്ടർ മാരീഡ്? ഈസ് യുവർ ടീച്ചർ മാരീഡ്? ഈസ് യുവർ ഫ്രണ്ട് മാരീഡ്? ആരെക്കുറിച്ചും ചോദിക്കാം. പക്ഷെ ചോദ്യം കിട്ടിയ ആവേശത്തിൽ ഈസ് യുവർ ഫാദർ മാരീഡ്, ഈസ് യുവർ മദർ മാരീഡ്, ഈസ് യുവർ വൈഫ് മാരീഡ് എന്നൊന്നും ചോദിക്കരുത്. കാരണം കോമൺ സെൻസ് ഉപയോഗിക്കണം. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. അപ്പം ചോദ്യങ്ങളായി. അപ്പം ഈസ് യുവർ ബ്രദർ മാരീഡ്? യെസ് ഹി ഈസ്. ഈസ് യുവർ സിസ്റ്റർ മാരീഡ്? യെസ് ഷീ ഈസ്. ഇങ്ങനെയാണ് ഉത്തരം വരുന്നത്. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് നമുക്ക് ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ യുവർ ഫാമിലി. നമ്മളെപ്പോഴും ചോദിക്കുക, അല്ല വീട്ടിൽ എത്ര പേരുണ്ട്, വീട്ടിൽ എത്ര പേരുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുക. ചിലപ്പം വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നും ചോദിക്കും. അപ്പം വീട്ടിൽ എത്ര പേരുണ്ട് എന്നുള്ളതിന് ഇംഗ്ലീഷിലെ ചോദ്യമാണ് ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ യുവർ ഫാമിലി. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ യുവർ ഫാമിലി. ഹൗ മെനി, എത്ര എണ്ണം എന്നാണ്. ബാക്കിയൊക്കെ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കും. പക്ഷേ ഇപ്പം ഇത്രയും മനസ്സിലാക്കുക, ആ ചോദ്യം കാണാതെ പഠിച്ചു വെക്കുക. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ യുവർ ഫാമിലി. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട് എന്നാണ്. അപ്പം നമുക്കതിൻ്റെ ഉത്തരം 4, 5, 6 ഇങ്ങനെ മതി. ദർ ആർ 5 മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി എന്നുള്ള നീളം ഉത്തരം കൊടുക്കണ്ട. അത് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷനിലൊക്കെയാണ് ഇത് പറയേണ്ടി വരിക. ഇവിടെ നമ്മൾ ഇത്രയും പറഞ്ഞാൽ മതി, 5, 4. ഓക്കെ, ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ യുവർ ഫാമിലി? 5, 4, ഇത്രയും മതി. അപ്പോൾ ഉടനെ അടുത്ത ചോദ്യം കൊടുക്കണം. ഇത് പറഞ്ഞ അവർ ഉത്തരം പറഞ്ഞ ഹൂ ആർ ദേ, അവരാരൊക്കെയാണ്? ഹൂ ആർ ദേ, അവരാരൊക്കെയാണ്? അപ്പം നമ്മൾ പറയും മൈ ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, ഗ്രാൻഡ്മ ആൻഡ് മൈസെൽഫ്. ഈ ആൻഡ് മൈസെൽഫ് എന്നുള്ള അവസാനമേ പറയുള്ളൂ. അതാണ് അവരുടെ സ്റ്റൈല്. ആദ്യം തന്നെ മൈസെൽഫ് അറിയില്ല. അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനും, ആൻഡ് മൈസെൽഫ് എന്ന് പറഞ്ഞാൽ ഞാനും. അപ്പോൾ അവിടെ പറയുമ്പം ഫാദർ മദർ ഇങ്ങനെ സ്പീഡിൽ പോകരുത്. ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ ഇങ്ങനെ പോകണം. ആൻഡ് മൈസെൽഫ്. ക്ലിയർ? അപ്പം ഇപ്പം നമ്മൾ 10 ചോദ്യങ്ങൾ പഠിച്ചു, അതിൻ്റെ 10 ഉത്തരങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു 10 ചോദ്യങ്ങളും കൂടിയുണ്ട്. അതുകൂടി ആകുമ്പോൾ നിങ്ങൾക്ക് കുറേ നേരം ഇരുന്ന് സംസാരിക്കാം. അത് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ പഠിക്കാം. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ ചോദ്യം ആവർത്തിച്ച് പറയുകയും കേൾക്കുകയും ചെയ്യുക. ഇത് തന്നെ കേട്ടുകൊണ്ടിരിക്കുക. പറയാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, ലെറ്റ്സ് വൈൻഡ് അപ്പ് ഹിയർ. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.